അങ്ങനെ ഇന്ന് ഡിസംബർ 31 ഈ വർഷത്തെ അവസാനത്തെ ദിവസം. ഇപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുന്നേ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുടങ്ങിയേക്കാന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, വെൽക്കം ടു എ ഡസ്റ്റി ആഫ്രിക്കൻ. പൊടി എന്ന് പറഞ്ഞാൽ ഇതാണ് പൊടി. അയ്യോ, തൽക്കാലത്തേക്ക് ഈ ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു. കാരണം ബ്ലാക്ക് ഇതാണ് ഇടുന്നത്. പിന്നെ അതുപോലെ വിൻഷീൽഡ് ക്ലീൻ ചെയ്ത് മിററും ക്ലീൻ ചെയ്തു. ഇതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. പക്ഷേ ഐ ഡു നോട്ട് റെക്കമെൻഡ് ഡൂയിങ് ദിസ്. ഇത് ചെയ്യരുത്. എനിക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അത് ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് അതൊന്ന് എത്ര ഒരു മാസത്തോളമായി നമ്മൾ ഈ ബൈക്ക് എടുത്തിട്ട്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്നത്തെ അജണ്ടയിലുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബൈക്കൊന്ന് വാഷ് ചെയ്യണം. പിന്നെ അതുപോലെ രണ്ടാമത്തത് ജിമ്മിലൊന്ന് പോകണം. എൻ്റെ കാർഡ് പേയ്മെൻറ്റ് എന്തോ പ്രോസസ്സായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ഒന്ന് നോക്കണം. ജിമ്മിൻ്റെ കാര്യം എന്താ അവസ്ഥ എന്നറിയില്ല. നോക്കട്ടെ. ഫ്രണ്ടിൽ കാറ്റ് കുറവുണ്ടോ? എനിക്കൊരു ഡൗട്ട്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആദ്യം വണ്ടി വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ പോയിട്ട് നോക്കാം. ബാക്കി വേണമെങ്കിൽ മോട്ടോ ഹബ്ബ് വഴി ഒന്ന് പാസ് ചെയ്യാം. സാബിക്ക് അവിടെ ഉണ്ടോ നോക്കണം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ടയറിൻ്റെ കാറ്റിൻ്റെ ഒരു ചെറിയ സംശയമുണ്ട്. ബട്ട് എനിവേ ലെറ്റ്സ് ഗോ. കാറ്റ് ചെക്ക് ചെയ്യണം. അതിപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഒരു ഫീൽ ചെയ്ത്. നല്ല തണുത്ത കാറ്റ്. നേരെ ഇപ്പോൾ നട്ടുച്ച എന്ന് കറക്റ്റ് പറയാം. കാരണം 1 മണി 12 മണിയാണ് നട്ടുച്ച ടെക്നിക്കലി. പക്ഷേ ഒരു 1 മണി 1:30 ആണല്ലോ ശരിക്കും അതിൻ്റെ ഒരു പീക്ക് ഉച്ച. അപ്പോൾ പകൽ റൈഡ് ചെയ്യേണ്ട വെതർ എത്തിയിരിക്കുന്നത് മകളേ. മൈ ഗോഡ്. അങ്ങനെ ഇന്ന് ഡിസംബർ 31 ഈ വർഷത്തെ അവസാനത്തെ ദിവസം. ഇപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുന്നേ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുടങ്ങിയേക്കാന്ന് വെച്ചു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യമായി പുതിയ വർഷം തുടങ്ങാം. അപ്പോൾ കാലിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇതിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഏത് സിനിമയിലത് മുള്ളാണിപ്പപ്പൻ തിളക്കത്തിലല്ല അറിയില്ല, ഏതോ ഇതിൽ ഇവൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ മുള്ളാണിപ്പപ്പൻ, നമ്മുടെ സെലിംകുമാറിൻ്റെ അല്ലേ ഇത്? അതെ, സെലിംകുമാറോ മാള മുള്ളാണിപ്പപ്പൻ. അപ്പോൾ അതാണ് എൻ്റെ കാലിന് സംഭവിച്ചത്. ആണി വാർട്ടെന്ന് പറയും. അപ്പോൾ ഒരു മിനിറ്റ്. LS 430 നല്ല വൃത്തിയുള്ള LS 430 അല്ലേ, അബുദാബി പ്ലേറ്റ്. അപ്പോൾ എനിക്കൊന്ന് 2 മാസം മുന്നേ എനിക്ക് വന്നിട്ടുണ്ട് കാലിൻ്റെ താഴെ. അങ്ങനെ അത് വന്ന് ഈ വാർട്ട് ഫ്രീസിങ് മെത്തേഡ് ഉണ്ട് വാർട്ട് ഒഴിവാക്കാൻ. അപ്പോൾ നമുക്ക് ഡോക്ടർ സ്കോൾസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആമസോണിൽ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫ്രീസ് ചെയ്ത് കളയാമെന്നുള്ള വിചാരിച്ച്. പക്ഷേ ആ ഫ്രീസ് ചെയ്ത് സാധനം ശരിക്കും റിമൂവ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ പോകുന്നതിന് വേണ്ടി ഏതത് മറ്റേ സൂപ്പർ മെറ്റീരിയറാണത്, റോയൽ എൻഫീൽഡിൻ്റെ. അതെ ബീബി. അങ്ങനെ റിമൂവ് ആവാതെ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് പ്രോഗ്രാമുകൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് എൻ്റെ മറ്റേ മെയിൻ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ തുരുതുരാ പരിപാടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിന്ന് പെർഫോം ചെയ്യുന്നതായതുകൊണ്ട് കാലിൻ്റെ ഇടയിൽ പിന്നെയും പ്രഷർ വന്ന് അത് വളരെ മോശമായി, ഭയങ്കര ഡീപ്പായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ച് അത് സ്ക്രൈപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തിരിച്ച് വന്ന് ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് കീറി എടുത്ത് കളയണം. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് പെയിൻ കില്ലറൊക്കെ അടിച്ച് കയറ്റി സാധനം റിമൂവ് ചെയ്തു. അതാണ് ഇപ്പോൾ കാലിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഫുട്വെയറും എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം റിലാക്സ് ചെയ്ത നല്ല കാലിന് ഈസി ആവുന്ന രീതിയിൽ ഫുട്വെയർ ഒക്കെ. അങ്ങനെയാണ് ഞാൻ ഈ ഫുട്വെയർ കണ്ടുപിടിച്ചല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഊഫോസിൻ്റെ എന്താ പറയുക, ഹീലിംഗ് അല്ല, റീകവറി സ്ലിപ്പേഴ്സ്, അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അതായത് ഇതുപോലെ ഫീറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഹീലിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പ്രഷർ പോയിൻ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അങ്ങനത്തെ സ്ലിപ്പേഴ്സ്. അപ്പോൾ അതാണ് ഇപ്പോൾ അങ്ങനെ ഇന്നലെ പോയി വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. വേറെ റൈഡിംഗ് ബൂട്ട് ഇടാൻ പറ്റില്ല. കാരണം ഓൾറെഡി റൈഡിംഗ് ബൂട്ടിൻ്റെത് നല്ല ടൈറ്റാണ്, പോഗ് വരുന്നത്. ഇത് തുറന്നിട്ടിട്ട് ആ പമ്പിക്കാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ നമുക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് വരണം. ദൂരെ നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണുന്നില്ലേ? നല്ല രസമുള്ള ആകാശം, നല്ല രസമുള്ള കാലാവസ്ഥ ഈ വർഷത്തെ അവസാനത്തെ ദിവസം. നേരെ അവിടെ ലൈനുണ്ടോ വാഷിങ്ങിന്? ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു, തിരക്കില്ലാഞ്ഞാൽ മതിയായിരുന്നു. സാധനം എന്തായാലും വാഷ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വാഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ എയറിൻ്റെ സിറ്റുവേഷൻ എന്താ നോക്കാം. നമുക്ക് വാഷിങ്ങിന് അവിടെ പോകുമ്പോൾ ജസ്റ്റ് സാബിക്കിനെ ഒന്ന് വിളിക്കാം. സാബിക്കിനെ വിളിച്ചിട്ട്
അവൻ അവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. അവനുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഒന്ന് പാസ് ചെയ്യാം. രസം എന്താ വെച്ചാൽ ഇവിടെ ഒരു യൂ ടേൺ ഉണ്ട്. ഈ യൂ ടേൺ എടുത്താൽ അങ്ങോട്ട് എത്തില്ല, അതാ പ്രശ്നം. കാരണം ആ അപ്പുറത്തെ റോട്ടിൽ കൂടെ തന്നെ കയറണം. അപ്പോൾ അതിന് അവിടം വരെ പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് അവിടുത്തെ യൂ ടേൺ എടുത്ത് വരണം. അതാണ് ഞാൻ റൈറ്റ് എടുക്കാനുള്ള പരിപാടി. ഇതേ ദൂരെ നീണ്ടു നിവർന്ന് എടുക്കുന്ന നമ്മൾ ബുർജ് ഖലീഫ, റൈറ്റ് സൈഡിൽ നമ്മുടെ റാസ് അൽ ഖൂർ വെഹിക്കിൾ മാർക്കറ്റ്. ഇത് തന്നെയല്ലേ റാസ് അൽ ഖൂർ വെഹിക്കിൾ മാർക്കറ്റ്? അതെ. നമ്മുടെ കാറ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ? കാറ് നന്നായിട്ട് പണി വരുന്നുണ്ട്. 2015 മോഡൽ അൾട്ടിമ. നല്ല പണിയാണ്. ഇപ്പോൾ നല്ല കിഡിലൻ ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു പണി വരും. അപ്പോൾ മിക്കവാറും ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ആ കാറ് ചേഞ്ച് ചെയ്ത് എനിക്ക് വയ്യ ചിലവ്. പക്ഷേ ആ കാറ് നല്ല എനിക്ക് ഭയങ്കര വിശ്വസിച്ച് യൂസ് ചെയ്ത കാറാട്ടോ. കുറേ കാലമായിട്ട് ഇത്ര ഓടി 3,70,000 കിലോമീറ്റർ ഓടി വണ്ടി. അപ്പോൾ നമ്മൾ അധികം കുറ്റം പറയാൻ പറ്റില്ല, അത്രയും ഓടിയില്ലേ. എന്ത് രസമുള്ള സമയം. നല്ല ക്ലിയർ സ്കൈ, നല്ല തണുത്ത കാറ്റ്, വെയിലുണ്ട് പക്ഷേ തണുത്ത കാറ്റ്. ബ്യൂട്ടിഫുൾ ബേബി, ബ്യൂട്ടിഫുൾ. എനിക്ക് വല്ലാണ്ട് വണ്ടി തിരിച്ച് മറിച്ചെടുക്കാൻ തോന്നാത്തത് വണ്ടി ഫ്രണ്ടിൽ വീലെങ്ങാനും എയർ നല്ല കുറവുണ്ടോയെന്ന് അറിയില്ല. എയർ കുറവുണ്ട് കേട്ടോ, കുറവുണ്ട്. അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് അടിക്കുക. വാഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മോട്ടോ ഹബ്ബിക്ക് വിടാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോട്ടോ ഹബ്ബിക്ക് ഇത് ഈ റൈറ്റ് എടുക്കണ്ട. ഈ റൈറ്റ് എടുത്ത് സ്ട്രെയിറ്റ് പോയിട്ട് ഒരു യൂ ടേൺ എടുത്ത മോട്ടോ ഹബ്ബിലെത്താം. സത്യം പറഞ്ഞാൽ ആദ്യം മോട്ടോ ഹബ്ബിൽ പോയിട്ട് വരുമായിരുന്നു നല്ലത്. പക്ഷേ ഈ കോലത്തിന് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ആദ്യം വാഷ് ചെയ്യാം, നമുക്ക് അതിന് ഇറങ്ങിയതല്ലേ. മസ്റ്റാങ് ഞാൻ കുറേ എണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മസ്റ്റാങ് എടുക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു 4 ഡോർ എന്തായാലും വേണമല്ലോ. മസ്റ്റാങ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിവേസ്, വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? കുറേ കാലമല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ നാട്ടിൽ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ പോകാനുള്ള പ്ലാന് അത് മിക്കവാറും ഒന്നുകിൽ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടാക്കും. അതായത് ഞാനിപ്പോൾ ഈ വരുന്ന മാർച്ചിൽ ലാസ്റ്റിക്ക് എങ്ങാനും പോയിട്ട് 1 മാസം 2 മാസം നിന്നിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ അതിന് പകരം മിക്കവാറും പോയിട്ട് 1-2 ദിവസം അവിടെ കാണാറുള്ളവരൊക്കെ കണ്ട്, അത്യാവശ്യമായിട്ട് എല്ലാവരും കാണാനുള്ളവരെ കണ്ട് വേഗം തിരിച്ചു വരും. ആ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു ഫിഗർ നോക്കിയേ. ബ്രേക്ക് ലാമ്പിൻ്റെ ബാക്കിൽ ഒരു ചെറിയ കുഞ്ഞു ആക്ഷൻ ഫിഗർ പോലെ ഒരു സാധനം. എനിക്ക് ശരിക്കും ഫ്രണ്ട് ടയർ ഫീൽ ചെയ്യുന്നുണ്ട്, എയർ ഇല്ലാത്തത്. ലെറ്റ്സ് ഗോ ബേബി. വെച്ച് പിടിച്ചങ്ങ്. മൈ ഗോഡ്, എന്നെക്കാൾ കൂടുതൽ നമ്മളെ എഡിറ്റർ എയ്ബലിന് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നു. അവ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയക്കുന്നുണ്ട്, വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. എന്നാൽ പിടിച്ച എയ്ബലെ ഒരു എപ്പിസോഡ് ഫർണിച്ചമാക്കിയത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്താൽ നേരെ പമ്പിൽ കയറാം. സേഫായിട്ട് റൈഡ് ചെയ്യണം. നമ്മൾ റൈഡിങ് ഗിയർ ഒന്നും ഇട്ടിട്ടില്ല. ഡിഫൻഡർ ഒരു വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്രീം വണ്ടി ഡിഫൻഡർ ആവും. ബ്ലാക്ക് ഡിഫൻഡർ. ആലോചിക്കുക, മാഫിയ സ്പെക്ക്, ഫുൾ ബ്ലാക്ക്. രാത്രി റോട്ടിൽ കൂടെ പോകുമ്പോൾ ആകെ ലൈറ്റുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ. വണ്ടി കാണാനേ പാടില്ല, അങ്ങനെ ബ്ലാക്ക്. അയ്യോ ഇവിടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വണ്ടികളുണ്ട്. ഒന്ന് അവിടെ വേര് 2, 3 സോറി ആ വണ്ടി എടുക്കുവാണ്. അപ്പോൾ 2 ഇതെടുക്കാം. നമുക്ക് ഈ ലൈൻ എടുക്കാം, ഇതാണ് നല്ലത്. ഏതാ ജീപ്പ് ബിൽഡ്, കിണ്ണം ബിൽഡ്. നമ്മുടെ മലയാളികളൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. എനിക്കൊന്ന് വണ്ടി ഇവിടെ ഇടാം. അതിൻ്റെ ബാക്കിൽ, ആ ജീപ്പിൻ്റെ ബാക്കിൽ ഒരു എന്താ പറയുക, ഇത് ഒരു ജോക്കർ ഇരിക്കുന്ന ബാക്ക് സ്പെയർ ടയറിൻ്റെ ബാക്കിൽ. പക്ഷെ നല്ല രസമുണ്ട് അല്ലേ, ഓഫ് റോഡും ക്യാമ്പിങ്ങും എല്ലാത്തിനും കൂടെ നല്ല ലോങ് ട്രിപ്പിന് സെറ്റ് ചെയ്ത വണ്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ഇവിടെ ഇടാം. എന്നിട്ട് വണ്ടി നീങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് നീക്കി കൊടുക്കാം. അതല്ലേ നല്ലത്. അതുവരെയൊക്കെ നമുക്ക് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. വൃത്തിയായി നല്ല കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോൾ ഉള്ള കോലം എന്താണെന്നുള്ളതും പോകുമ്പോൾ ഇപ്പോൾ ഉള്ള കോലം എന്താണുള്ളത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഡിഫറൻസ് അറിയുള്ളൂ. ലെഫ്റ്റ് ഷൂട്ട് മാറണമല്ലോ, വണ്ടി ഉണ്ടോ ഇല്ല നോക്കി സ്ട്രൈറ്റ് പോവുക. അപ്പോൾ വണ്ടി കുട്ടപ്പനായി. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ജിമ്മിൽ പോകണം എന്നുള്ളതാണ്. പക്ഷേ അത് ക്ലിയറായി. അത് ഞാൻ അവിടെ നിന്നിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ ട്രാഫിക്, എൻ്റെ അമ്മേ, ദൂരെ നോക്കിയ ഷോ. ഇന്ന് ന്യൂ ഇയേഴ്സ് ഈവാണ്. ഇന്ന് ഡിസംബർ 31 ന്യൂ ഇയേഴ്സ് ഈവിൻ്റെ ട്രാഫിക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാവും. ഇന്ന് ഇറങ്ങുവാണെങ്കിൽ 100% ബൈക്കും കൊണ്ട് ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഇതും കൊണ്ട് എന്താ പറയുക, കാറും കൊണ്ട് ഇറങ്ങി ഇന്ന് പെട്ടുപോകും ഉറപ്പാണ്. എസ്പെഷ്യലി ഷെയ്ഖ് സായദ് റോഡിലൊന്നും ഇറങ്ങാനേ പറ്റില്ല.
നേരെ ആകെ 3:30 ആയുള്ളൂ. 3:30 ആയപ്പോഴേക്കും ഇവിടെ എന്താ പറയുക, ട്രാഫിക് അടിച്ച് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാര്യം പറയേണ്ടില്ല. നമ്മളൊന്നും മറന്നില്ലല്ലോ അവിടെ, ഇല്ലെന്ന് വിചാരിക്കാം. ദേ ഇപ്പോഴേ ട്രാഫിക്. 3:30 പിന്നെ നോർമലി ട്രാഫിക് കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ വി ആർ ഒഫീഷ്യലി ബാക്ക് ടു റൈഡിങ് മൈ റൈഡേഴ്സ്. ബസ് കയറാൻ സൈഡ് തരില്ല. ഗുഡ് ബോയ്. ഒരു ഇത്തിരി ഗ്യാപ്പ് കിട്ടിയാൽ ഞാനങ്ങ് പൊക്കോളാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ ബസ്സുകാരനെ എന്തിനാ ഈ സൈഡ് അടുപ്പിച്ച് വരുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്തായാലും ഈ സൈഡിൽ കൂടെ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ സൈഡ് അടുപ്പിക്കും? യോ ചെടി ഇവിടുത്തെ ചെടികളൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഗ്ലൗസ് പോലും ഇട്ടില്ല. വല്ല മുൾച്ചെടിയാണെങ്കിലും ഉണ്ടല്ലോ കൈ കീറി മുറിച്ചേന്. ഗ്യാപ്പ് കിട്ടി താങ്ക്. അപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല സമയം, നല്ല ട്രാഫിക്, വൃത്തിയുള്ള വണ്ടി, കാലങ്ങൾക്ക് ശേഷം വൃത്തിയുള്ള വണ്ടി, അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു Q&Aയുടെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ആരെയും ചെക്ക് ചെയ്യാത്തവർ ചെക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബൈക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഓരോ ഞായറാഴ്ചയും ഒരു Q&A വീഡിയോ വീക്കെൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. പറ്റിയാൽ എല്ലാ ആഴ്ച അത് വരും. പറ്റിയില്ലെങ്കിൽ പറ്റുന്ന പോലെ എന്തായാലും നമ്മൾ കവർ ചെയ്തിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കുറച്ചുകൂടി ഈസി. കാരണം ഒരേ ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കമൻറ്റ് വായിച്ച് എല്ലാവർക്കും ഇരിക്കണ്ടല്ലോ. ആളുകൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കിട്ടും. ഗൈസ്, ലെയിൻ ഫിൽറ്ററിങ് ഇവിടെ ലീഗലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരേക്കുള്ള അറിവനുസരിച്ച് ആരും ഇതിനൊരു ക്ലിയർ ആയിട്ടൊരു ആൻസർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ അടുത്തും കൊണ്ട് വേണ്ടി പറയണേ, റിസ്ക് എടുത്ത് ഒരു റൈഡും ചെയ്യരുത്. സേഫ് ആണെങ്കിൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നടക്കാനുള്ള പാതയൊക്കെ വരുന്നുണ്ടല്ലോ. ഒയ്യോ, ട്രാഫിക്കിൻ്റെ കളിയാണ്. ഞങ്ങൾ 3 പേര്, കരീമും ഞാനും, 2 കരീമും ഞാനും, ഞങ്ങൾ വെളുപ്പെട്ടു. സൈഡ് പിടിച്ചാലോ? ചെറിയൊരു ഗ്യാപ്പുണ്ടല്ലോ. ചേച്ചി താങ്ക് യു. ചേച്ചി പേടിച്ച്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ് അടച്ചിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ സൈഡിലോട്ട് വണ്ടി ഇറങ്ങിയാൽ പിന്നെ വണ്ടി അങ്ങ് ഫുള്ളായിട്ട് ഇറക്കുമെന്നല്ല, ഇല്ലെങ്കിൽ കാല് താഴെ കുത്താൻ പറ്റില്ല. ആ റൈറ്റിൽ കൂടെ പോകുന്ന വഴിയാണ് നോർമലി കുറേ പേര് ഓഫ് റോഡായിട്ട് പോകുന്നത്. ഇന്നിപ്പോൾ വണ്ടി കഴുകിയല്ലേ, അതുവഴി വെറുതെ പരാക്രമം കാണിക്കണ്ട. ഇന്ന് വൃത്തിക്ക് ഒരു ദിവസം ന്യൂ ഇയറിൻ്റെ ഒരു ദിവസമെങ്കിലും ഈ വണ്ടി വൃത്തിയോടെ അവിടെ ഇരിക്കട്ടെ. വണ്ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം മോട്ടോ ഹബ്ബ് 2 ദിവസം ഓഫാണ് അത്ര, ഇന്നും നാളെ. അപ്പോൾ പിന്നെ അത് നടന്നിട്ടില്ല. വേറെ എവിടെയെങ്കിലും പിന്നെ ഞാൻ പോകാൻ നിന്നിട്ടുമില്ല. വണ്ടി എന്തായാലും റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എയർ ഉണ്ടോ ഇല്ലയെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായ ഒരു സുഖം, അത്രയേ ഉള്ളൂ. ഇതെടുത്ത് ഒഴിവാക്കണം നമ്മൾ മോട്ടോ ഹബ്ബിൽ പോകുമ്പോൾ. പിന്നെ ഗോപ്രോ ഇവിടേക്ക് വേറൊരു സാധനം വരുന്നുണ്ട്, അത് വഴിയേ എത്തും. DJIൻ്റെ തന്നെ മിക്കവാറും ഒരു സാധനം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ 360 അല്ലെങ്കിൽ DJIയുടെ വേറൊരു സാധനമുണ്ട്, ഒരു ചെറുത്. DJIയുടെ ഒരു ചെറിയ സാധനമുണ്ട്, മിനിയോ DJI നാനോ DJIയുടെ നാനോ എന്ന് പറഞ്ഞ സാധനം. അത് തന്നെ ഞാൻ തോന്നുന്നു പേര്. കണ്ടിടത്തോളം വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിടത്തോളം നൈസാണ്. ആ സാധനമൊക്കെ ഊരിയിട്ട് നമുക്ക് മാഗ്നറ്റും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിൽ ആ സാധനം അങ്ങ് വെച്ചാൽ ഒട്ടി നിൽക്കും. അപ്പോൾ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ റോളൊക്കെ എടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും നോക്കണ്ട. എവിടെയെങ്കിലും ഇരുമ്പ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സാധനം ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. എന്ത് രസമല്ലേ വണ്ടി കാണാൻ. കഴുകിയപ്പോൾ ഈ ഫ്രണ്ടിക്ക് നോക്കാൻ തന്നെ ഈ ബ്ലാക്കൊക്കെ ശരിക്കും ബ്ലാക്കായിട്ട് കാണുന്നു. ചെന്നിട്ട് എൻ്റെ കാലിൻ്റെ അടിയിലുള്ള ആ ബാൻഡേജ് എടുത്ത് ഊരി മാറ്റണം. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മളെ കാറും മാറ്റണമല്ലോ. ചിലവുകൾ എൻ്റെ ഈശ്വര, എന്താ ചിലവുകൾ. അല്ലെങ്കിൽ ഇത് അതുപോലെ വണ്ടികൾ യാറിസ് എടുത്തങ്ങ് ഇട്ടാൽ വണ്ടി ഇങ്ങനെ പെട്രോൾ മണപ്പിച്ച് പോയാൽ മതി, പണിയും തരൂല, ഒരു ടെൻഷനും ഇല്ലാതെ കാലങ്ങളോളം അതങ്ങനെ ഓടിക്കോളും. നല്ല തണുത്ത കാറ്റ്, പൊളിച്ച് കിടിലം വെതർ. ഇന്ന് ന്യൂ ഇയേഴ്സ് ഈവായിട്ട് ഒരു പരിപാടിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് നല്ല ചില്ല് ചെയ്ത് വീട്ടിലിരിക്കും, അതാണ് ഇന്നത്തെ പരിപാടി. പൊളിച്ച് അങ്ങനെ തന്നെ കാരണം കേട്ടോ. വണ്ടി വരുന്നുണ്ടോ ഇല്ല, അവന് ബൈക്കുകാരോടൊന്നും ഒരു എന്താ പറയുക, ഒരു കൺസിഡറേഷൻ ഇല്ല. ചിലവർക്കൊക്കെ ബൈക്കുകാരോട് പുച്ഛാ, നിനക്കൊക്കെ 2 ചക്രമുള്ളതിലുള്ളൂടാ എന്നുള്ള ഒരു കിയ K4 കൊള്ളാലോ വണ്ടി. സൈഡിക്ക് നോക്കുകയേ അരുത് കേട്ടോ. ജഗഞ്ച. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോർട്ട് റൈഡ്.
ബാക്കി റൈഡുകൾ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി കാലും കൊണ്ട് റൈഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തലവേദനയില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇനിയും റൈഡുകൾ വരുന്നതാണ്. ഇന്ന് നൈറ്റ് ഒരു മൂഡ് വരുവാണെങ്കിൽ ബൈക്കും കൊണ്ടെടുത്ത് ഇറങ്ങണം. എന്തൊക്കെയാണ് ഈ ന്യൂ ഇയേഴ്സ് ഈവിൻ്റെ പടപ്പുറപ്പാട് റോട്ടിൽ കാണുന്ന കന്നന്തിരിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കാണുന്നത് രസമല്ലേ. അത് ആ ചെക്കൻ സൈക്കിൾ, എല്ലാവരുടെയും നമ്മുടെ ഡ്രീം തുടങ്ങുന്ന അവിടുന്ന്. നമ്മൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആണെങ്കിലും ചെറുപ്പത്തിൽ നമ്മൾ ബൈസിക്കിൾ ഓടിക്കും. ബൈസിക്കിൾ ഓടിച്ചിട്ട് അവിടുന്ന് ഒരു ഹരം കയറി ഈ 2 വീലറിന്. പിന്നെ അത് വലുതായി കഴിയുമ്പോൾ അത് ബൈക്കിലോട്ട് മാറും. നമ്മളെല്ലാവരുടെയും തുടക്കം അത് തന്നെ. എനിവേയ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു കാലങ്ങൾക്ക് ശേഷം പാർക്കിങ്ങിലോട്ട് തിരിച്ചു ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫീല്. അപ്പോൾ ഗൈസ്, അത്രയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. വണ്ടി ക്ലീൻ ആയിരിക്കുന്നു. ഇനി ബാക്കി പരിപാടികളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.